ആ ഇരുട്ടുമുറിയിൽ ഭയാനകരമായ നിശബ്ദത തളം കെട്ടി നിന്നു. പ്രഭയുടെയും ശങ്കറിന്റെയും ശ്വാസമെടുക്കുന്ന ശബ്ദം പോലും അവിടെ പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. കസേരയോട് ചേർത്ത് കൈകൾ പിന്നിലേക്ക് വലിഞ്ഞു മുറുക്കി കെട്ടിയതിനാൽ ചോരയോട്ടം നിലച്ച് വിരലുകൾ തരിപ്പാൻ തുടങ്ങിയിരുന്നു. കണ്ണുകളെ മൂടി കറുത്ത തുണിക്കുള്ളിലൂടെ ഇരുട്ടിന്റെ കാഠിന്യം അവർ കൂടുതൽ അറിഞ്ഞു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഭാരമേറിയ ബൂട്ട്സുകൾ നിലത്തുരുത്തുന്ന ശബ്ദം കേട്ട് ആരോ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആരാ ആരാ ഞങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ടത്? ആരാടാ നീ? ഭയവും ദേഷ്യവും കലർന്ന ശബ്ദത്തിൽ ശങ്കരൻ അലറി വിളിച്ചു. കസേരയിലിരുന്ന് അവൻ സർവ്വശക്തിയുമെടുത്ത് കുതറാൻ നോക്കിയെങ്കിലും കയറുകൾ അവന്റെ ചർമ്മത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നതേയുള്ളൂ എന്നവന് മനസ്സിലായി. വന്നയാൾ അവരുടെ തൊട്ടു മുന്നിൽ നിന്ന്. അയാളുടെ കനത്ത ശ്വാസോച്ഛ്വാസം പ്രഭയ്ക്ക് തൊട്ടടുത്ത് അനുഭവപ്പെട്ടു. എന്താ, തനിക്കെന്നെ കാണാമോ ശങ്കർ? ആ ശബ്ദം കേട്ടതും പ്രഭയുടെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ശരീരമാകെ തണുത്തുറയുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ശബ്ദം അത് മറ്റാരുടേതുമല്ല, തന്റെ ഭർത്താവ് ജഗന്റേതായിരുന്നു. അത്രമേൽ ദേഷ്യവും പ്രതികാരബുദ്ധിയും ആ വാക്കുകൾ നിറഞ്ഞു നിന്നു. ജഗന്റെ നെഞ്ച് ദേഷ്യം കൊണ്ട് ആളിക്കത്തുന്നുണ്ടായിരുന്നു. തന്റെ 26 വയസ്സുള്ള മകനെ പോലും ഉപേക്ഷിച്ച് തന്നെയും തള്ളി പറഞ്ഞ് ഇവൾ ഇറങ്ങി പുറപ്പെട്ടത് ഇവന്റെ കൂടെയാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പേ ഇവൾ ആദ്യമേ പ്രണയിച്ച പുരുഷൻ ഇവനായിരിക്കില്ലേ? ഇത്രയും നാൾ ജഗന്റെ മനസ്സിൽ പ്രഭ ഒരു ഉത്തമ ഭാര്യയായിരുന്നു. അല്പം കുശുമ്പും ഏഷണിയും ഒക്കെ ഉണ്ടെന്നയച്ചാൽ അവൾ തന്നെ വഞ്ചിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സ്വന്തം ചോരയിൽ പിറന്ന മകനെ പോലും വിട്ടവൾ എങ്ങോട്ട് പോകും? പക്ഷെ ഒടുവിൽ കേട്ട വാർത്ത അയാളുടെ നിയന്ത്രണം പാടെ തെറ്റിച്ചു കളഞ്ഞു. അവരുടെ മകൻ ശ്യാം ഇപ്പോൾ പ്രഭയുടെ ഇരട്ട സഹോദരിയുടെ അടുത്താണ് ഉള്ളതെന്ന സത്യം ജഗനെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. തന്നെ തകർക്കാൻ ഭാര്യയും കാമുകനും ചേർന്ന് നടത്തിയ വലിയൊരു ചതിയുടെ തിരക്കഥയാണിതെന്ന് ജഗൻ ഉറപ്പിച്ചു. ജഗൻ പതുക്കെ മുന്നോട്ടാഞ്ഞ് ശങ്കരന്റെ കണ്ണിലെ കറുത്ത തുണി വലിച്ചൂരി. പെട്ടെന്ന് വെളിച്ചമടിച്ചപ്പോൾ ശങ്കരൻ കണ്ണുകൾ ചിമ്മി. മുന്നിൽ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ജഗനെ കണ്ടതും ശങ്കരന്റെ തൊണ്ട വരണ്ടു. ജഗൻ പ്രഭയുടെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണിലേക്കിട്ടും അയാൾ അയച്ചു മാറ്റി. ഭയന്ന് വിറച്ച പ്രഭയുടെ കണ്ണിലേക്ക് ജഗൻ ദേഷ്യത്തോടെ നോക്കി. എന്താ പ്രഭേ, നിന്റെ പഴയ കാമുകനെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞോ നിന്റെ? എന്റെ മോന് എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് നീ? ജഗൻ ഗർജിച്ചു. ജഗേട്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, പ്രഭ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിണ്ടിപ്പോകരുത് നീ. ജഗൻ അവളുടെ കവിളിൽ വിരൽ ചൂണ്ടി ശാസിച്ചു. എന്റെ സ്നേഹവും വിശ്വാസവും തകർത്തിട്ട് 26 വയസ്സുള്ള മകനെ വയലുപേക്ഷിച്ച് നീ ചതിയന്റെ കൂടി ഇറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു അതെല്ലാം. ജഗന്റെ മനസ്സിൽ ഒരു പ്രഭയെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഉത്തമ ഭാര്യ. പക്ഷെ നീ അതൊന്ന് കൊന്നുകളഞ്ഞു. എൻ്റെ മോൻ ശ്യാം നിന്റെ ഇരട്ട സഹോദരിയുടെ അടുത്താണെന്ന് സുരക്ഷിതരായി നിൽക്കുന്നത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. പക്ഷെ ഈ ജഗന്റെ കളി ഇനി നീ കാണാൻ കിടക്കുന്നതേയുള്ളൂ. ശങ്കരനും പ്രഭയും എന്ത് പറയണമെന്നറിയാതെ ജഗന്റെ പ്രതികാര കണ്ണുകളിലേക്ക് നോക്കി ഭയത്തോടെ ധരിച്ചിരുന്നു. മുറിയുടെ പടിവാതിൽക്കൽ കാൽ വച്ചതും രുദ്രന്റെ നാസാഗ്രയിലേക്ക് അലയടിച്ചെത്തിയത് അമ്പലത്തിലെ ചന്ദനത്തിരയുടെ സുഗന്ധമായിരുന്നു. ആ മുറിയാകെ ഏതോ ഒരു ദിവ്യത്വം പടർന്നു പന്തലിച്ചു നിന്നു. മെല്ലെ കണ്ണുകളൊടിച്ച് അവന്റെ ദൃഷ്ടി പതിഞ്ഞത് ആ മുറിയുടെ ഒരു കോണിൽ പ്രതീക്ഷിക്കപ്പെട്ട കൃഷ്ണവിഗ്രഹത്തിലായിരുന്നു. അതിമുഖമായി ചന്ദനത്തിരയിൽ കൊത്തിയെടുത്ത 2 മൺവിളക്കുകൾ തിരികൾ ശാന്തമായി എരിഞ്ഞു തീരുന്നുണ്ടായിരുന്നു. ആ മുറിയിലാകെ നിറഞ്ഞ സുഗന്ധം അവന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചു. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ അവന്റെ ആ മുറിക്ക് ഇത്രയേറെ വശ്യതയുണ്ടായിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നില്ല. മാറ്റങ്ങളുടെ ആ പുതുമയിൽ അവൻ മുറിയാകെ കണ്ണോടിച്ചു. പക്ഷെ ആ 4 ചുവരുകൾക്കുള്ളിൽ എവിടെയും അവൻ തിരഞ്ഞ രൂപം ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും അക്ഷയമയുടെ ചുറ്റും നോക്കി. അപ്പോഴാണ് ബാത്റൂമിൽ നിന്ന് നേരത്തെ രീതിയിൽ വെള്ളം വീഴുന്ന ശബ്ദം അവന്റെ കാതുകളിൽ പതിച്ചത്. ഓഫീസിലെ ഔദ്യോഗിക വസ്ത്രങ്ങളുടെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷിച്ചതുപോലെ ആ ജലാശയത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. രുദ്രേട്ട. തന്റെ ഹൃദയത്തിന്റെ തന്ത്രികളെ മീട്ടുന്ന ആ ഇമ്പമാർന്ന സ്വരം കേട്ട് പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ഈ അസമയത്തുള്ള അവളുടെ കുളി അവനെ വിസ്മയമുണർത്തി. നീ എന്താ ഈ സമയത്തൊരു കുളി? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. എന്താ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അതാ, എന്നാൽ പിന്നെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചത്. അവൾ നാണത്തോടെ പരുങ്ങി നിന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു.
കുളിപ്പകർച്ചയുടെ നനവ് മാറിയിട്ടില്ലാത്ത അവളുടെ മുഖത്ത് അങ്ങിങ്ങായി ജലകണങ്ങൾ മുത്തുമണികൾ പോലെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നീളൻ മൂക്കിലും വശ്യമായ കണ്ണുകളിലും ആ ജലബിന്ദുക്കൾ സ്ഥാനം പിടിച്ചിരുന്നു. രുദ്രൻ തൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് ആ ജലകണങ്ങളെ പതിയെ തുടച്ചു മാറ്റി. അവൻ്റെ വിരലുകളുടെ സ്പർശനം ഏറ്റ മാതിരിൽ മീരയുടെ ഉള്ളിലൂടെ ഒരു വൈദ്യുത തരംഗം പോലെ തരിപ്പ് പടർന്നു കയറി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാവത്തോടെ അവൻ അവളെ തൻ്റെ കരവേലത്തിലാക്കി മൃദുവായ കിടക്കയിലേക്ക് പതിയെ കിടത്തി. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. രുദ്രേട്ട, എന്തായി ചെയ്യുന്നേ? അവൾ തൻ്റെ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ മീര, ചെയ്യാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട്. ഒരു കുസൃതി ചിരിയോടെ അവൻ മുഴഞ്ഞു. അതും പറഞ്ഞ് അവൻ തൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. ഇനിയും നിന്റെ വിറയൽ മാറിയില്ലേ മീര? അവൻ്റെ സ്വരം ആർദ്രമായി. അവൻ പതിയെ അവളുടെ ചന്ദനമുറക്കുന്ന നെറ്റിത്തടത്തിൽ തൻ്റെ അധരങ്ങൾ മണിപ്പിച്ചു. പിന്നീട് നാണം കൊണ്ട് ചുവന്നു തൊടുത്ത അവളുടെ നാസികത്തുമ്പിൽ ഒരു മധുര ചുംബനം നൽകി. ഒടുവിൽ അവളുടെ റോസാപൂതൽ പോലെയുള്ള ആ അധരത്തിലേക്ക് അവൻ്റെ പ്രണയം ആസ്വദിച്ച് നുകരാനായി അവൻ്റെ ചുണ്ടുകൾ ആഴ്ന്നിറങ്ങി. ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അവൾ ആ പ്രണയമഴയിൽ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു. കാരണം ഇപ്പോൾ അവൾക്ക് തൻ്റെ രുദ്രേട്ടനെ അത്രമേൽ ഇഷ്ടമാണ്. അവൻ്റെ ഓരോ വാക്കുകളും ഓരോ തലോടുകളും അവളെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട പുണ്യങ്ങളായിരുന്നു. അവൻ തൻ്റെ കിടപ്പുമുറിയുടെ വാതിൽ പതിയെ തുറന്നു. അകത്താകെ ഇരുട്ട് കനത്ത പുതപ്പ് പോലെ പരന്നു കിടക്കുന്നു. ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. മുമ്പായിരുന്നെങ്കിൽ ഈ നേരം ഏതെങ്കിലും വേലക്കാർ വന്ന് തൻ്റെ മുറി വിളക്കൊക്കെ തെളിയിച്ചേനെ. ഇപ്പോൾ ഇതാ ഒരു ഭാര്യയും കൂടെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് വന്നിട്ടും ആദ്യ ദിവസം തന്നെ തൻ്റെ മുറി മുഴുവൻ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൻ സ്വിച്ച് അമർത്തി. മുറിയാകെ വെളിച്ചം നിറഞ്ഞതും അവൻ്റെ കണ്ണുകളെ നേരെ ചെന്നെത്തിയത് സോഫയുടെ ഒരു കോണിൽ ചുരുണ്ടുകൂടിയിരുന്ന കാവ്യയിലേക്കായിരുന്നു. രണ്ടു കാൽമുട്ടുകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഏതോ വലിയ ദുഃഖത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ അവൾ ഇരിക്കുകയായിരുന്നു. രാവിലെ തൻ്റെ കൈകളെ നെറ്റിയിൽ ചാർത്തിക്കൊടുത്ത സിന്ദൂരത്തിൻ്റെ ഒരു ഭാഗം കണ്ണീരിനോടൊപ്പം മാഞ്ഞു പോയിരുന്നു. എങ്കിലും അവശേഷിച്ച ആ ചുവന്ന വര ഇപ്പോഴും അവളുടെ നെറ്റിയിൽ അവൻ്റെ അവകാശമായി തിളങ്ങി നിന്നു. രാവിലെ അവൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് കണ്ടിരുന്ന അതേ വിഷാദം ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും അവിടെ തന്നെ കൂടിയിരിക്കുന്നു. കാവ്യേ, മൃദുവായി വിളിച്ചുകൊണ്ട് അവൻ അവളുടെ മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു. അവളുടെ കൈകൾ പിടിക്കാൻ ശ്രമിച്ചതും അവൾ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. ഇപ്പോഴും ദേഷ്യമാണോ എന്നോട് നിനക്ക്? അവളുടെ താടി വിരലുകളാൽ ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. കാവ്യ കണ്ണുകൾ താത്തി. എനിക്കറിയില്ല. ആ ശബ്ദത്തിൽ പരാതിയും സങ്കടവും ഒരുപോലെ കലർന്നിരുന്നു. വെങ്കടി ഒരു നിശ്വാസം വിട്ടു. പിന്നെ പതിയെ എഴുന്നേറ്റ് അവളുടെ അരികിലിരുന്ന് തോളിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സോറി ബേബി, അച്ഛൻ്റെ സമ്മതത്തിനായി ഞാൻ കാത്തിരുന്നതായിരുന്നു. വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയതുപോലെ നിങ്ങൾക്കും എൻ്റെ കൂടെ ഇറങ്ങി വരാമായിരുന്നില്ലേ? അവളുടെ ചോദ്യം അവൻ്റെ നെഞ്ചിൽ തട്ടി. ഒരു നിമിഷം അവൻ്റെ മുഖം മുറുകി. എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ? ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടിങ്ങനെ നടക്കണം? അവൻ്റെ ശബ്ദത്തിൽ അസഹിഷ്ണുത കലർന്നു. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് കാവ്യ. നേടിയെടുക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പണമില്ലാതെ പ്രണയം മാത്രം കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല. സിനിമകളിൽ മാത്രമേ അതൊക്കെ മനോഹരമായി തോന്നും. യാഥാർത്ഥ്യത്തിൽ അതല്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് കൂരെരുമ്പ് പോലെ തറിച്ചു കയറി. കാവ്യൊന്നും പറയാതെ തല കുനിച്ചു. കണ്ണുനീർ നിശബ്ദമായി അവളുടെ കവിളിലൂടെ ഒഴുകി. അത് കണ്ട നിമിഷം വെങ്കടിയുടെ മനസ്സ് അലിഞ്ഞുപോയി. കാവ്യെ, അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് കണ്ണീരൊപ്പി. അച്ഛൻ പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിൽ വെക്കരുത്. ഞാൻ നിന്നോടതിന് മാപ്പ് ചോദിക്കുന്നു. അവളുടെ നെറ്റിൽ അവൻ ചുംബനം പതിപ്പിച്ചു. നീ ഈ ദിവസത്തിനായി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യാൻ നിർബന്ധിച്ച്. നീ എന്നോടൊന്ന് ക്ഷമിക്കടി. ആ വാക്കുകൾ കേട്ടതും അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു വെങ്കടി. വിതുമ്പിക്കൊണ്ടായിരുന്നു അവളുടെ ആ സമ്മതം. വെങ്കടിയുടെ കൈകൾ അവളുടെ പുറത്ത് മെല്ലെ തഴുകി. സോറി കാവ്യ, ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ ഓരോ സഹായം വീട്ടുപടിക്കൽ കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ശബ്ദം പൊട്ടിപ്പോയി. കരഞ്ഞു കരഞ്ഞാണ് പല രാത്രിയും ഞാൻ വെളുപ്പിച്ചത് തന്നെ.